2024 നന്നാകില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കേരള പോലീസ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് പോലും പോലീസിന്റെ മൂന്നാം മുറ കണ്ടു കൊച്ചി മരട്. മരട് എസ്ഐ സെബാസ്റ്റ്യൻ പി ചാക്കോ 16-കാരനെയും ജ്യേഷ്ഠനെയും മർദ്ദിച്ചതായി പരാതി. കഞ്ചാവുണ്ടോ എന്ന് ചോദിച്ചാണ് സഹോദരങ്ങളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും ഇവരുടെ കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ഡിജിപിക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മാതാപിതാക്കൾ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. 22ഉം 16ഉം വയസ്സുള്ള സഹോദരങ്ങൾ തന്റെ അമ്മ വീട്ടിൽ നിന്നും ഉദയംപേരൂരുള്ള തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇളയ സഹോദരൻ ഫോൺ എടുക്കാൻ മറന്നു എന്ന വിവരം അറിയുന്നത്. ഉടൻ തന്നെ ഇവർ തിരിച്ച് അമ്മ വീട്ടിലേക്ക് പോകാനായി വണ്ടി നിർത്തിയപ്പോഴായിരുന്നു പോലീസ് വാഹനം ആ വഴി വരികയും ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ കാര്യം പറഞ്ഞു, അമ്മ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചെവിക്കൊള്ളാൻ പോലീസ് തയ്യാറായില്ല. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് മദ്യപിക്കാനുള്ള പരിശോധന നടത്തി. മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ പാടെ തന്നെ മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിട്ട് കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചായിരുന്നു പോലീസ് മൂത്ത സഹോദരന്റെ അടുത്തേക്ക് വന്നത്. ആ സമയം ഇളയ സഹോദരൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ച ശേഷം ആ സമയം ഇത് കേട്ടുകൊണ്ട് ജീപ്പിലുണ്ടായിരുന്ന SI ജീപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ഇളയ സഹോദരന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. ഈ അടിയിൽ തറയിൽ വീണ ഈ കുട്ടീനെ മൂത്ത സഹോദരൻ എടുക്കാൻ ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്, ഈ പോലീസുകാരും SIയും ചേർന്ന് ഈ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇപ്പം തിരിച്ച് വീട്ടിട്ട് പോകുമ്പോഴാണ്. വീട്ടിട്ട് പോകുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനാ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ചു വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി SI ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കും പിടിച്ചൊരടി കൊടുത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിട്ട് വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് തന്നിട്ട് ചേട്ടനെ കൊണ്ട് ജീപ്പിട്ട് പോയി ജീപ്പി കയറിന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി SIയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറ് എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ട് ഒരു അടി വന്ന്. എൻ്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി അടി കിട്ടി. എന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞ് തെറി പറഞ്ഞിട്ട് ജീപ്പിട്ട് കയറ്റിയിട്ട് ഒരു 2-3 ഇടിയും തന്ന് ചവിട്ടും കാലിയിട്ട് വെച്ച് തന്ന്. എന്നിട്ട് തെറി പറഞ്ഞ് ജീപ്പ് അടച്ചു. എന്നിട്ട് ജീപ്പിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തെറി പറഞ്ഞ് ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. കുട്ടികളുടെ അച്ഛനെ ഈ വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ. ആ സമയത്ത് ഉദയംപേരൂരിലുണ്ടായിരുന്ന കുട്ടികളുടെ അച്ഛൻ മരട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന മറുപടിയാണ് SIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ SI വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു തങ്ങളോട് കാണിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് കുട്ടികളുടെ അച്ഛൻ, കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും പോലീസ് ചെവിക്കൊണ്ടില്ല. സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കണം അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് SIയുടെ വളരെ മോശമായിട്ട് തന്നെ രക്ഷാകർത്താവെന്നുള്ളതൊക്കെ എന്നോട് പുള്ളിയുടെ പ്രതികരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. ഒപ്പം തന്നെ കമ്മീഷണർക്കും പരാതി നൽകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മരട് പോലീസ് സ്റ്റേഷനിൽ ഇനി തങ്ങൾ പോകില്ല. കാരണം അവിടെ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ ഇനിയും തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും കുട്ടികൾ ആവർത്തിക്കുന്നുണ്ട്.